നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറുമൊരു വാർത്തയെക്കുറിച്ചല്ല, ശരിക്കും ഒരു കിടിലൻ ജിയോ പൊളിറ്റിക്കൽ ഡിറ്റക്റ്റീവ് സ്റ്റോറിയെക്കുറിച്ചാണ്. ആഗോള വ്യാപാര ശൃംഖലകളെയും ചരക്ക് നീക്കങ്ങളെയും ചില രാജ്യങ്ങൾ തങ്ങളുടെ സൈനിക ആവശ്യങ്ങൾക്കായി എത്ര സമർത്ഥമായാണ് ദുരുപയോഗം ചെയ്യുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. ഈ സങ്കീർണമായ ലോജിസ്റ്റിക്സ് തട്ടിപ്പുകളെക്കുറിച്ച് നമുക്ക് വളരെ ലളിതമായി തന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, നമുക്ക് ഈ ഒരു സംഖ്യയിൽ നിന്ന് തന്നെ തുടങ്ങാം. 2800 കേൾക്കുമ്പോൾ വെറുമൊരു സംഖ്യയാണല്ലേ? പക്ഷേ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും നീക്കങ്ങൾക്ക് മറുപടിയായി ഇറാൻ യുഎഇക്ക് നേരെ തൊടുത്തുവിട്ട മിസൈലുകളുടെയും ഡ്രോണുകളുടെയും എണ്ണമാണിത്. ഗൾഫ് മേഖലയെ ആകെ നടുക്കിയ ഒരു വലിയ സംഭവമായിരുന്നു ഇത്. എന്നാൽ ഇതിനു പിന്നിൽ നമ്മൾ കാണാതെ പോയ മറ്റൊരു വലിയ കഥ കൂടിയുണ്ട്. ഈ ആക്രമണങ്ങൾക്ക് അവർ ഉപയോഗിച്ച സാങ്കേതികവിദ്യ എവിടെ നിന്ന് വന്നു എന്ന് അന്വേഷിക്കുമ്പോഴാണ് യഥാർത്ഥ കള്ളക്കളി പുറത്തുവരുന്നത്. ഇതിലെ ഏറ്റവും വലിയ തമാശ അഥവാ വൈരുദ്ധ്യം എന്താണെന്നോ? ഈ മിസൈലുകളും ഡ്രോണുകളും കൃത്യമായി നിയന്ത്രിക്കാൻ ഇറാനിലെ IRGC എയ്റോസ്പേസ് ഫോഴ്സ് ഉപയോഗിച്ചത് അത്യാധുനികമായ ചൈനീസ് സാറ്റലൈറ്റ് സാങ്കേതികവിദ്യയാണ്. എന്നാൽ ഈ ഉപകരണങ്ങൾ രഹസ്യമായി അവർ കടത്തിയത് പിന്നീട് അവർ ആക്രമിച്ച അതേ UAE-യിലൂടെ തന്നെയാണ്. വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണല്ലേ? നിലവിലുള്ള എല്ലാ അന്താരാഷ്ട്ര ഉപരോധങ്ങളെയും വളരെ വിദഗ്ധമായി കാറ്റിൽ പറത്തിയൊരു നീക്കമായിരുന്നു ഇത്. ഭാഗം 1. ഫ്രീ ട്രേഡ് സോണുകളിലെ അഥവാ സ്വതന്ത്ര വ്യാപാര മേഖലകളിലെ പഴുതുകൾ. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഇറാനുമായി എപ്പോഴും കൊമ്പുകോർക്കുന്ന UAE എങ്ങനെ അവർക്ക് സൈനിക സാമഗ്രികൾ കടത്താനുള്ളൊരു സുരക്ഷിത താവളമായി എന്ന്, അല്ലേ? ഉത്തരം ലളിതമാണ്. ഗൾഫിലെ ഫ്രീ ട്രേഡ് സോണുകൾ. വാണിജ്യത്തിന് വലിയ ഊർജ്ജം നൽകുന്ന ഈ മേഖലകളിൽ ബിസിനസ് എളുപ്പമാക്കുന്നതിനു വേണ്ടി സർക്കാർ പരിശോധനകൾ താരതമ്യേന വളരെ കുറവാണ്. രാജ്യങ്ങൾ തമ്മിൽ വലിയ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും ഇത്തരം വിശാലമായ സാമ്പത്തിക മേഖലകൾ ഇറാനിയൻ ബിസിനസ്സുകൾക്ക് തങ്ങളുടെ ഇടപാടുകൾ രഹസ്യമായി നടത്താനുള്ള വലിയ പഴുതുകളായി മാറുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇനി ഭാഗം 2. ഈ ചൈനീസ് ആന്റിനയെ നമുക്കൊന്ന് പിന്തുടർന്നു നോക്കാം. കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ നമുക്ക് ഈ ഒരു കേസ് തന്നെ എടുക്കാം. 2025 അവസാനത്തിൽ UAE-യിലെ ടെലിസൺ എന്ന കമ്പനി നടത്തുന്ന ഒരു വലിയ ഡീൽ. ചൈനയിലെ ഷാങ്ഹായിൽ നിന്നും വന്ന 4.5 മീറ്റർ വലിപ്പമുള്ള ഒരു സ്റ്റാർവിൻ മോട്ടറൈസ്ഡ് സാറ്റലൈറ്റ് ആന്റനയാണിത്. ഇതിന്റെ ഭാരം ഏകദേശം 1.8 ടൺ വരും. ഇതൊരു വ്യക്തമായ സൈനികോപകരണമായിരുന്നിട്ടുകൂടി കസ്റ്റംസ് രേഖകളിൽ വെറുമൊരു ആന്റനയും ആക്സസറികളും എന്ന് മാത്രമാണിതിനെ വിശേഷിപ്പിച്ചിരുന്നത്. ആർക്കും ഒരു സംശയവും തോന്നാത്ത രീതിയിൽ എത്ര നിസ്സാരമായാണ് അവർ ഈ തട്ടിപ്പ് നടത്തിയതെന്ന് നോക്കൂ. ഇനി ഈ ടൈം ലൈൻ ഒന്ന് ശ്രദ്ധിച്ചേ. കൃത്യം ഒരു സിനിമയിലെ തിരക്കഥ പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഓഗസ്റ്റ് 28-ന് ഒരു ചൈനീസ് കപ്പലില് ഈ സാധനം ദുബായിലെ ജബൽ അലി പോർട്ടിലെത്തുന്നു. മാസങ്ങൾക്ക് ശേഷം നവംബർ 23-ന് രാമാത്രി എന്നൊരു ഇറാനിയൻ കപ്പൽ കൃത്യമായി അവിടെ വന്ന് നങ്കൂരമിടുകയും ഈ കണ്ടെയ്നർ ഏറ്റെടുക്കുകയും ചെയ്യുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ ആ കപ്പൽ ഇറാനിലേക്ക് യാത്ര തിരിക്കുന്നു. ഈ ഓരോ നീക്കവും വളരെ സൂക്ഷ്മമായി പ്ലാൻ ചെയ്തവയായിരുന്നു. ഭാഗം 3. അവസാന യാത്രയിലെ വഞ്ചന അഥവാ ഒളിച്ചുകളി. ലോകത്തിന്റെ കണ്ണുവെട്ടിച്ച് ഉപരോധമുള്ളൊരു രാജ്യത്തേക്ക് കപ്പൽ എങ്ങനെ കൊണ്ടുപോകും? അതിനാണവർ സ്പൂഫിംഗ് എന്ന വിദ്യ ഉപയോഗിക്കുന്നത്. ലൊക്കേഷൻ ഡേറ്റയിൽ കൃത്രിമം കാണിക്കുന്ന ഒരു തട്ടിപ്പാണിത്. കപ്പൽ എവിടെയാണുള്ളത് എന്ന് ലോകത്തെ അറിയിക്കുന്ന GPS സിഗ്നലുകളിൽ അവർ മാറ്റം വരുത്തും. കപ്പൽ ഒരു ദിശയിൽ സഞ്ചരിക്കുമ്പോൾ ട്രാക്കിംഗ് സിസ്റ്റം കാണിക്കുന്നത് തികച്ചും മറ്റൊരു ദിശയിലായിരിക്കും. ഇതിലൂടെ കപ്പലിന്റെ യഥാർത്ഥ യാത്ര എവിടേക്കാണെന്ന് കണ്ടുപിടിക്കാൻ അന്താരാഷ്ട്ര നിരീക്ഷകർക്ക് കഴിയാതെ വരുന്നു. ഇവിടെയാണ് ഏറ്റവും രസകരമായ ട്വിസ്റ്റ്. ഈ കപ്പലിന്റെ GPS ഡേറ്റ പറയുന്നത് അവർ ഗൾഫിൽ നിന്നും മാറി ഒമാൻ തീരത്ത് നിർത്തുകയാണെന്നാണ്. പക്ഷേ നവംബർ 25-ലെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പരിശോധിച്ചപ്പോൾ സംഭവം വേറെയാണ്. കപ്പൽ ഒമാൻ തീരത്തിന്റെ അടുത്തൊന്നും ഉണ്ടായിരുന്നില്ല. പകരം അതെത്തിയതെവിടെയാണെന്നോ? ഇറാനിലെ ബന്ദർ അബ്ബാസിലുള്ള ഷാഹിദ് രാജായ് തുറമുഖത്ത്. ലോകത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ അവർ ലൊക്കേഷൻ ഡേറ്റ എത്ര കൃത്യമായാണ് മാറ്റിയതെന്ന് കണ്ടില്ലേ? അവസാനമായി ഭാഗം 4. ഈ ആഗോള ഉപരോധങ്ങളുടെ സങ്കീർണമായ വല. ഇതൊരൊറ്റപ്പെട്ട സംഭവമാണെന്ന് കരുതരുത്. ഇതിനു പിന്നിൽ കോർപ്പറേറ്റ് കമ്പനികളുടെ വലിയൊരു നെറ്റ്വർക്ക് തന്നെയുണ്ട്. അന്താരാഷ്ട്ര ഉപരോധങ്ങളെ ഇവരെങ്ങനെയാണ് സമർത്ഥമായി മറികടക്കുന്നതെന്ന് നോക്കാം. ഉപകരണങ്ങൾ വാങ്ങിയ UAE-യിലെ ടെലിസൺ എന്ന കമ്പനിക്കും അത് ഏറ്റുവാങ്ങിയ ഇറാനിലെ EFK എന്ന കമ്പനിക്കുമേൽ നിലവിൽ ഉപരോധങ്ങളില്ല. നിയമത്തിലെ ഈ പഴുതാണ് അവർ ഉപയോഗിച്ചത്. എന്നാൽ EFK യഥാർത്ഥത്തിൽ ഈ ഉപകരണങ്ങൾ വാങ്ങിയത് സാമാൻ ഇൻഡസ്ട്രിയൽ ഗ്രൂപ്പിനു വേണ്ടിയാണ്. അമേരിക്കയുടെ കർശന ഉപരോധമുള്ള ഈ കമ്പനി പ്രവർത്തിക്കുന്നത് IRGC-യുടെ മിസൈൽ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്ന സൈനിക വിഭാഗത്തിന്റെ ഒരു ബിനാമിയായാണ്.
ഈ ശൃംഖലയിൽ ഉൾപ്പെട്ടിട്ടുള്ള ബാക്കിയുള്ളവരെ കൂടി നോക്കുമ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ വ്യാപ്തി മനസ്സിലാവുക. ഇതിലെ ഷിപ്പിംഗ് ഏജന്റായ ബ്ലൂ ക്യാം മറൈൻ സർവീസസും സാറ്റലൈറ്റ് ദാതാക്കളായ ദി എർത്ത് ഐ എന്ന ചൈനീസ് കമ്പനിയും നേരിട്ട് തന്നെ അമേരിക്കയുടെ ഉപരോധം നേരിടുന്നവരാണ്. ചൈനയുമായി ബന്ധപ്പെട്ട ഇത്തരം ടെക്നോളജി കൈമാറ്റങ്ങളെ അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും ഇപ്പോൾ വളരെ സംശയത്തോടെയാണ് നിരീക്ഷിക്കുന്നത്. കാരണം ഈ സങ്കീർണമായ ലോജിസ്റ്റിക് ശൃംഖലയുടെയെല്ലാം ആത്യന്തിക ഉപഭോക്താവ് IRGC എയ്റോസ്പേസ് ഫോഴ്സ് തന്നെയാണ്. അപ്പോ ഇവിടെ ബാക്കിയാകുന്ന വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമുണ്ട്. ബിസിനസ്സുകളെയും സ്വതന്ത്ര വ്യാപാരത്തെയും വളർത്താൻ നമ്മളുണ്ടാക്കിയ ഈ ആഗോള ഹബ്ബുകൾ തന്നെ ഉപരോധങ്ങൾ മറികടക്കാനും വിനാശകരമായ സൈനിക സാമഗ്രികൾ കടത്താനുമുള്ള സംവിധാനങ്ങളായി മാറുമ്പോൾ ആഗോള വാണിജ്യത്തിന്റെ സുരക്ഷ നമ്മൾ എങ്ങനെ ഉറപ്പാക്കും? നിയമങ്ങൾ എത്ര കർശനമാക്കിയാലും അത് മറികടക്കാൻ ഇവരെപ്പോഴും പുതിയ വഴികൾ കണ്ടെത്തുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഈയൊരു വലിയ ചോദ്യം നിങ്ങളുടെ ചിന്തയ്ക്കായി വിട്ടുകൊണ്ട് ഇന്നത്തെ അനാലിസിസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. മറ്റൊരു സബ്ജക്റ്റുമായി